ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറേ നാളായിത്തല്ലേ വീഡിയോ ഇല്ലാണ്ട് അത് എന്തെങ്കിലും പെരുന്നാളിൽ പിന്നെ മല വന്നിട്ട് അതിൽ കുറേ പനി വന്നിട്ട് നക്കും മക്കും എല്ലാം തീരാണ്ടായിട്ട് അത് റിക്കവറി ആവാൻ നല്ല ടൈം എടുത്തിട്ട് പിന്നെ മോൾക്കും പല്ല് ബന്ധം അങ്ങനെ കുറേ ഇഷ്യൂസ് അങ്ങനെല്ലാം ആയിട്ട് പിന്നെ ഒർക്ക വീഡിയോ ഞങ്ങൾക്ക് ഇങ്ങനെ ഗ്യാപ്പ് ಬಂದೆಂಗೆ പിന്നെ വീഡിയോ എടുക്കുക ഒരു ബച്ചൽ ಬಂದು അങ്ങനെ നല്ല ഗ്യാപ്പ് ಬಂತು. പിന്നെ ഞങ്ങൾ തീരാണ്ടെല്ലായെങ്കും കുറേല്ലാം ഇപ്പോൾ കേൾക്കുമായിരുന്നു നിങ്ങൾ എന്താ ചോർക്കറി ആക്കിയിട്ടില്ല ಅಂತ തീരാണ്ടായെങ്കും ഞങ്ങൾ ഇപ്പോൾ നോർമലി അവർക്ക് കുക്കിംഗ് ആക്കുന്ന പോലെയല്ല ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അത് ഇതിൽ കഷ്ടമുണ്ട് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം നീറ്റായിട്ട് ബേക്കണം അങ്ങനെയല്ല. അപ്പോൾ നോർമൽ കുക്കിങ്ങും വീഡിയോ ആക്കുമ്പോൾ കുക്കിംഗ് ആക്കുന്നത് നല്ല ടൈം എടുക്കരുത് പിന്നെ കുറേ ഇടാവും ഞങ്ങൾക്ക് ഇടക്കൽകൊക്കെല്ലാം അങ്ങനെ ಗೊತ್ತಾಯ್ತಾ. അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ನಾನು ഒരു നല്ല ബീഫ് കറിയല്ല അതിന് ഗ്രേവി ഫ്രൈ അല്ല അതിനിടയിൽ ഒരു ഗ്രേവിയും നെയ്ച്ചോറാക്കാൻ വിചാരിച്ചു. എൻ്റെ മക്കും ഹസ്ബൻഡെല്ലാം ഒത്തുള്ളാറ്. അപ്പോൾ എൻ്റെ മോൾക്ക് നെയ്ച്ചോറും ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാക്കാൻ വിചാരിച്ച്. നോർമലി ഞങ്ങൾക്ക് കൂടെ നല്ല ബീഫ് കിട്ടില്ല. ഇപ്പം എത്ര പൈസ കൊടുത്തതായെങ്കും ഇപ്പോൾ ഇന്ത്യൻ ബഫല്ലോ അങ്ങനെ ചെന്നെങ്കും അത്ര നല്ലത് കിട്ടില്ല. ഇടയ്ക്ക് പിന്നും നല്ലത് കിട്ടും ഞങ്ങൾക്ക് എന്താ പറയുന്നത് ലൂലൂറോ ഫ്രോസൺ ഒരു ബീഫ് കിട്ടും അത് ഞാൻ പാക്കറ്റ് കാട്ടുക അതിൽ പിന്നും നല്ലവരും അത് മുല്ലില്ലാത്ത കാലി ഇറച്ചി മാത്രം വന്നത് ഇപ്പം വിത്ത് ബോൺ വന്നിട്ടുണ്ട് ഇന്ത്യൻ ബഫല്ലോ. അപ്പം അത് നല്ലവരും ഞാനത് എങ്ങനത്തെ കാട്ടുക അതിൽ ഞങ്ങൾ ಹಾಕಿಂಗೆ നല്ല ಟೇಸ್ಟ್ ಅವರು ನಾಚನ್ನ ಬೀಫ್ ಹಿಂಗೆ ಇಕ್ಕರೆ ಕಾಣಕು ಲುಲೂರು ಬೀಫ್ ಬೋನ್ ಇಂಚ್ ಅಂತ ಹಿಡ್ಕೊಂಬತ್ತು ಬೀಫ್ಲು ಮುಳ್ಳು ಹೆಚ್ಚು ಜಂಡು ಮಿಕ್ಕರೆ ಬೋನ್ ಇನ್ನಂತಿಲ್ಲಂಗೆ ಅಂದ್ರು ഞങ്ങള് ഇത് മാത്രമേ ഇക്കറു ಅಂದ್ರು ഇറച്ചി മാത്രം ഞങ്ങൾക്കിപ്പോൾ കുക്കാക്കുമ്പോൾ നക്കത്ര ടേസ്റ്റ് അങ്ങനെ ആവില്ല. ഞങ്ങൾ ബീഫ് എപ്പോൾ എടുക്കുമ്പോൾ മുള്ളിന്നത് എടുക്കണുണ്ട് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി നിങ്ങൾക്ക് അങ്ങനെ നക്കിപ്പിട്ടില്ല. ഇത് ചെമ്മ ടൈപ്പ് ಬಂದല്ലോ ഉള്ളൊരു ബീഫ് ഞങ്ങൾ ഇവിടെ ഫ്രഷ് ബീഫ് എടുക്കുമ്പോൾ അത്ര നല്ലാവില്ല. ഞാൻ പാകിസ്ഥാനി എടുത്തെങ്കിലും അത്ര നല്ലാവില്ല. അപ്പോൾ ഈ ബീഫ് ഞാൻ പീസാക്കിയിട്ട് ഇത് 900 ഗ്രാം മിക്കറ് അങ്ങനെ വേസ്റ്റേജ് ഒന്നും മിക്കില്ല. അത് ജണ്ട് ഉള്ളിയും പിന്നെ തെല്ല് മഞ്ഞളുടെ പൊടി ഇറച്ചിക്ക് എത്ര വേണം അത്ര മഞ്ഞളുടെ പൊടി ഇറച്ചിക്ക് വേണം എത്ര ഉപ്പ് ഞാൻ ഇത്ര ചെല്ലല്ല പിന്നെ തെല്ലൊരു ഫ്ലേവർ ഗീത്ത് കറിച്ചൊപ്പ് അതിട്ടിട്ട് ചന്ദനങ്ങ മിക്സ് ആക്കണം. അതായത് എച്ചും ഇട്ട ഐറ്റംസും കൂട്ടിയിട്ട് ഞങ്ങൾ ചന്ത ಮಿಕ್ಸ್ ಹಾಕೋದು. പിന്നെ കുക്കറിൽ കൈയിടുക കഷ്ടവരെങ്കിൽ ಬೇರೆ എടുത്തെങ്കിൽ മിക്സ് ആക്കിയിട്ട് പിന്നെ കുക്കറിൽ ഇട്ടിട്ട് പിന്നെ ഞാനൊരു 3/4 ഗ്ലാസ് തണ്ണിയും വീത്തിയിട്ട് ಬೇವ വെച്ച ഒരു 5-6 വിസിൽ ഞങ്ങൾ ഇറച്ചിക്ക് എത്ര വിസിൽ വേണ്ട അത്ര നല്ല ಬೇവാണ്. ഇപ്പം ഞാൻ അതിന് ಬೇನಾയ മസാല റെഡിയാക്കുക. അതൊക്കെ ഇത്ര ഞാനൊരു 1 കിലോ അത്ര ഇറച്ചിയില്ലേ അപ്പോൾ ഒരു 1.5 സ്പൂണ് ഞങ്ങൾ നല്ല മുളകും പിന്നെ 1 സ്പൂണ് ബഡ്സൊപ്പ് പിന്നെ തെല്ല് കറിച്ചൊപ്പ് ഇതിട്ടിട്ട് നല്ലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഫ്ലേവർ ബറുത്തോളൂ ബർക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് വർഷപ്പുറ പൊടി നല്ല മുളക് പൊടി അങ്ങനെ എടുക്കണ്ട ഹോളി എടുത്തിട്ട് ബർത്തെമ്മി പിന്നെ ഇതിനാണ് 2 സ്പൂണ് കൊത്തമ്പര പൊടിയല്ലെങ്കിൽ ഇടി കൊത്തമ്പര ബർത്തെങ്കി പിന്നെ 1/4 സ്പൂണ് ഇല്ല 1/2 സ്പൂണ് മുളക് പൊടി അല്ലെങ്കിൽ ഒരു 3-4 മുളകും പിന്നെ ഒരു 3 സ്പൂണ് കൊത്തമ്പരി എടുത്തിട്ട് ഹോളിയിട്ട് ബർത്തിങ്കോ ഞാനങ്ങനെ ഹോളിയിട്ട് എടുക്കില്ല. ഇങ്ങനെ മുളക് പൊടി ഇട്ട് തരത്തിട്ട് അത് ഇപ്പം ചന്ദനങ്ങൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം. തണ്ണിൻ്റെ മീറ്റർ പൊടിച്ചിമ്മി ഇപ്പോൾ 5-6 വിസിലാകുമ്പോൾ ഞങ്ങൾ ഇറച്ചി ബെന്തറ് വെച്ചെടുത്ത് കൈയുടെ ഇറച്ചി ബെന്തറ് പിന്നെ ഒരിടത്തിൽ ഞാൻ അത് തെല്ല് തേങ്ങ ബീച്ച് ഞങ്ങൾ ബീഫെല്ലാം ആക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ തേങ്ങ ഇല്ല നെയ്യ് അങ്ങനെ യൂസ് ആക്കണം. പിന്നെ ബീഫിൽ നെയ്യ് ಇನ್ನದ್ಲು ನಾನು നെയ്യ് എടുത്തിട്ടില്ല ഓവറായിട്ട് നെയ്യ് ಬೇಡ ಚಂತ ಅದು ಎಣ್ಣೆ ಬೀತಿತ್ತು ഒരു തെല്ല് ഒരു 2 സ്പൂൺ അത്ര ഇഞ്ചും വെല്ലുള്ളി ನಾನು പേസ്റ്റ് അങ്ങനെ പ്രിഫർ ആക്കില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കല്ലിൽ കുത്തിയിട്ട് അങ്ങനെ യൂസ് ആക്കും. പേസ്റ്റ് ഇടാം. അത് പിന്നെ 2 കായ്മുളകും പിന്നെ തെല്ല് കറിച്ചൊപ്പും ഇട്ടರೆ കായ്മുളക് കാറി ಯಾರ യൂസ് ആക്കാത്തങ്ങൾക്ക് കായ്മുളക് ಬೇನುಂಟಿಲ್ಲ. ഇപ്പം ഞാൻ ഒരു ചെറിയുള്ളി ഇട്ട ഞങ്ങൾ സാമ്പാർ ഉള്ളില്ലേ അതിട്ടರೆ അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാതി നീരുള്ളി ജസ്റ്റ് ചെറിയ പീസാക്കിയിട്ടെങ്കിൽ നീരുള്ളി ഇപ്പം ഞങ്ങൾ ബീഫ് ഉപയോഗിക്കുമ്പോൾ ഇട്ടാ ഇപ്പോൾ എന്താ പറയുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ആ ഒരു ഫ്ലേവർക്ക് മാത്ര നീരുള്ളി ആദ്യമേ ഉണ്ടായെങ്കിൽ ഇടണൊട്ടുമില്ല. ഞങ്ങൾ ഈ സാമ്പാർ ഉള്ളി ഇടുമ്പോൾ എന്താ പറയുന്നെങ്കിൽ നല്ല ടേസ്റ്റും അതേപോലെ ഞങ്ങൾക്ക് നല്ല ഫ്ലേവർ ഇക്കർ
ಅದಕ್ಕೆ ತಯಾರಿತ್ತು ಕೇರಳದ ಫುಡ್ಡೆಲ್ಲ ಹಾಕೊಂಬನಾಗ ಸಾಂಬಾರು ಹುಳಿ ಪ್ರಿಫರ್ ಹಾಕೋ ഇതിപ്പോൾ ചന്ദനങ്ങ ഒരു 2-3 നിമിഷം ഒന്ന് ബർത്തങ്ങി അപ്പം എന്തെങ്കിൽ നോർമലി ബാർഡർ ഗോൾഡൻ ബ്രൗൺ എന്താവുന്നുണ്ടില്ല പിന്നെ ഇതിക്ക് ഞാൻ ഒരു വലിയൊരു ടൊമാറ്റോ ഇട്ടേ ടൊമാറ്റോ ചെറിയതായെങ്കിൽ ജെൻഡ് എടുത്തെങ്കിൽ ടൊമാറ്റോ മിക്സ് ആക്കിയിട്ട് ഇതിനെ മുಚ್ಚಿ വെച്ചിട്ട് ഒരു 5 നിമിഷം ബുട്ടിങ്ങി ഞങ്ങൾ അലുമിനിയം എട്ടിലെല്ലാം ബേക്കറിയെങ്കിൽ 5 നിമിഷം അങ്ങനെ ಬಿಡണ്ട ഇടയ്ക്കൊന്ന് നോക്കണം ഇപ്പം നോൺ സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ അയൺ ഇടായെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യത്തിൽ ಬಿಡ അതങ്ങനെ അടി പിടിക്കില്ല ഞങ്ങൾ ഏത് എടുക്കുന്ന അതിനെ പോലെ ബീഡ് ഞങ്ങൾ കുക്കാക്കും ഇപ്പം ഞങ്ങളുടെ ടൊമാറ്റോ റെഡിയായി പിന്നെ അതൊക്കെ ഞങ്ങൾ മിക്സ് ആക്കി വെച്ചു നല്ല മുളക് മസാല എല്ലാം അതും ഇടണം പിന്നെ ഒരു 3/4 സ്പൂണ് ഗരം മസാല ഇട്ടിട്ട് തെല്ലൊരു മഞ്ഞളുടെ പൊടി ഇടണം ബീഫ് ബിരിയാണി മഞ്ഞളുടെ പൊടി ഇട്ടേ ഇത് മസാലയ്ക്ക് മഞ്ഞളുടെ പൊടി ഇട്ട് ഒരു 2-3 നിമിഷം ചെന്നൊന്ന് മിക്സ് ആക്കണം ചെന്നെങ്കിൽ മസാല എല്ലാം ಅಂದ್ರೆ ഞങ്ങൾ ഇഞ്ചി വെള്ളുള്ളി ഇട്ട് മിക്സ് ആക്കുകയിട്ട് പിന്നെ ಬೇವಾಟಿ ಬೆಚ್ಚ ಎರ್ಚಲ್ ತಣ್ಣಿ ಮಿಂತಲ್ಲಿ ಅದನ್ನು ಕೂಟಿಟ್ಟು ಬೇನು ನಂಗೆ ಇಡೋಗು ಎರ್ಚಲ್ ತಣ್ಣಿ ಅಂದ್ರೆ ಹೆಂಗೆ ಬೇರೆ ഇതാക്കി എടുക്കോത്തീര ഇച്ചിരി തണ്ണീരോട് കൂടി ബീത്തോണം പിന്നെ ഒരു 1.5 സ്പൂൺ തണ്ണി ബീനിത്ത് അപ്പം ഞാൻ കുക്കറിಗೆ ബീത്തിത്ത് കുക്കറിൽ എരിച്ചിരി എന്തെങ്കിലും ഫ്ലേവർ ഇക്കറല്ലേ അപ്പം ഫ്ലേവർ വേസ്റ്റ് ആക്കണ്ട ചെന്ന് എരിച്ചിರೋ കുക്കറിಗೆ തണ്ണി ബീത്തിത്ത് അതും തണ്ണി ബീത്തರೆ ഞങ്ങൾക്ക് ഇങ്ങനെ കൺസിസ്റ്റൻസി ಬೇನು അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് തിക്ക് കൺസിസ്റ്റൻസി ಬೇನೆങ്കിൽ തണ്ണി ബീത്തണോണ്ടില്ല ഞങ്ങൾക്ക് സെമി തിക്ക് ചെന്നെങ്കിൽ കരിപ്പെല്ലാം വേണം അയങ്കസിപ്പെല്ലാം വേണം അങ്ങനെ ಬೇನೆಂತ അപ്പം ഞങ്ങൾ ഉപ്പു അതെല്ലാം ചെക്കാക്കിയിട്ട് നോക്കണം സമയമുണ്ടായി പിന്നത്തിൽ കൊത്തമ്പരി ചൊപ്പ് ഇട്ടിട്ട് ഞങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കൊത്തമ്പരി ചൊപ്പ് ഇപ്പം ഞങ്ങൾ മിക്സ് ആക്കോത്തീര ഞങ്ങൾ കൊത്തമ്പരി ചൊപ്പിട്ട പിന്നെ ഇപ്പം മുಚ್ಚಿ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കറികൾ യൂസ് ആക്കറല്ലേ അപ്പം മിക്സ് ആക്കി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 നിമിഷം ആയെങ്കിലും ഞങ്ങൾ ഇങ്ങനെ കൊത്തമ്പരി ചൊപ്പെല്ലാം ഇട്ടിട്ട് മുറിച്ച് ಬೇಕോണം ಬೇನೆങ്കിൽ ഇതിന് മേലത്തിൽ നെയ്യ് ബീത്തിരെങ്കെല്ലാം ആവും രണ്ടത് സമയം ഉണ്ട് അങ്ങനെ സബിലും ഞാൻ ബീത്തിട്ടില്ല അപ്പം ഞങ്ങൾ ബീഫ് ರೆಡಿ ಇತ್ತು ಇನ್ನು ನಾನು നെയ്ച്ചോറ് എങ്ങനെ ಹಾಕೋಚ್ ಅಂತ ಕಾಟ್ರೆ ನಾರ್ಮಲಿ ನಾನು നെയ്ച്ചോറ് അരി ಬರ್ತತ್ ಹಾಕೋ അപ്പം അതൊരു 2 സ്പൂണ് നെയ്യിൽ നെയ്ച്ചോറ് എല്ലുമ്പത്തും ഉള്ളതെല്ലാം നെയ്യ് ബീത്തണോണ്ടില്ല 2 സ്പൂൺ നെയ്യും പിന്നെ ബാക്കി ഞാൻ തേങ്ങെണ്ണയും ബീത്തറോ സൺഫ്ലവർ ഓയിൽ ബീത്തണോണ്ടില്ല തേങ്ങെണ്ണ ബീത്തിങ് നല്ല ഫ്ലേവർ ആക്കറ് അതിക്കിപ്പം ഞാൻ ഹോൾ ഗരം മസാല ഇട്ടേ ഫസ്റ്റ് പിന്നെ ഒരു പാതി നീരുള്ളി ഇട്ടിട്ട് ചന്തൊന്ന് ഒരു 2 നിമിഷം ഒന്ന് മിക്സ് ആക്കി എടുത്തെങ്കിൽ ഗോൾഡൻ ബ്രൗൺ എന്തും ആവുന്നുണ്ടില്ല ജസ്റ്റ് ഇങ്ങനെ ആയി പിന്നെ ഇതിಗೆ ನಾನು ಕಲ್ಗಿತ್ತು 10 ನಿಮಿಷ ನೆಂಚಬೇಕು അരി ನೆಂಚಬೇಕು നെയ്ച്ചോറാക്കി എത്ര നല്ലവല്ല അരി ನೆಂಚಬೇಕು ഇത് ഞങ്ങൾ ജീരകശാല അരി ചെറിയ അരി ബണ്ടല്ല ഗന്ധസാല ചിലർ അരി ഇത് ನೆಂಚಿಟ್ಟು വെച്ചിട്ട് അരി തണ്ണി ഊത്തിട്ട് ಬೇನು ഇത് ഇടവും ഈ ഭക്ഷണം ഇപ്പൊ തന്നെ ഉണ്ടാക്കാൻ പഠിക്കണ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കണ ഡ്രസ് ഒന്നും ഇടായില്ലേ ഞാനാ അവിടെ എന്താ എന്ത് പല്ല് നോക്കട്ടെ പല്ല് നോക്ക വേണ്ട 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 എന്താ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ നമ്മണ്ടാത്ത ഹലോ അരി ഞങ്ങൾ ഒരു 5 നിമിഷമെല്ലാം ഞങ്ങൾ ബറക്കണം ബറക്കുമ്പോൾ ഫ്ലെയിം നോക്കണം അടിക്ക് പിരിച്ചിട്ട് ബ്രൗൺ കളർ ആവുകെന്തും തീരാ അരി ചെന്ത ബർത്ത പിന്നെ ನಾ 2.5 ಕಪ್ಪು ಅರಿ ಎತ್ತನೆ ಅಪ್ಪ 5 ಕಪ್ಪು ತಣ್ಣಿ ഞങ്ങൾ ചെന്ത പൈബാട്ടി ಬೇಕೋണം പൈബാട്ടി തണ്ണി ബീത്തിട്ട് പിന്നെ അതിൽ ಬೇರೆ എത്ര ഉപ്പും ഇട്ടിട്ട് ഉപ്പ് ടേസ്റ്റ് ചെക്ക് ആക്കണം ഇപ്പം ഈ ടൈം ആകുമ്പോഴത്തു ടേസ്റ്റ് ചെക്ക് ആക്കിയിട്ട് ഉപ്പ് ಬೇನೆങ്കിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മീയാവും പിന്നെ ഇങ്ങനെ ചെന്ത ഇപ്പം ഇങ്ങനെ പയച്ചു വയ്ക്കുമ്പോഴത്തു ഇതിന്ന് ഞങ്ങൾ മുಚ್ಚಿ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം കുറക്കണം മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 നിമിഷം അങ്ങനെ ಬಿಟ್ಟೆಂಗೆ ഞങ്ങൾ നെയ്ച്ചോറ് റെഡി ആവും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നെയ്ച്ചോറ് എന്തെങ്കിൽ മിക്സ് ആക്കിയിട്ട്
ಮಿಕ್ಸ್ ಹಾಕಿ ಒಯ್ಕೋತೀರ, ಕೈ ಇಟ್ಟು ಒಯ್ಕೋತೀರ ಅಪ್ಪ ಚೂರೂಡೀರ್ അങ്ങനെ ಅಂದ್ರೆ ಅಂಟಂಟು ಪಲಾವ್ ನೇಚರ್ ಎಪ್ಪ ನಂಗೆ ಅಂಟಂಟು ಪಲ್ ಇಕ್ಕೋತೀರ ഇങ്ങനെ ബുഡ്ബാട്ടി ഇക്കോന്നു അപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറിപ്പ നല്ല റെഡി ചെയ്ത് ഇതിപ്പോൾ വെച്ച് ಮೊದಲು ಜಸ್ಟ್ ഒരു ഇതുപോലെ ആവും ಅಂದ್ರೆ ഇങ്ങനെ ഇതിപ്പോൾ വെച്ചൊന്നിങ്ങനെ ബുദ്ധിമുട്ട് കാണില്ല. ഇതൊരു 5 നിമിഷം ಬಿಟ್ಟ പിന്നെ ഒന്ന് ചെപ്പാവും. അപ്പം നമുക്ക് സൂപ്പറായിട്ട് നെയ്ച്ചോറും റെഡി ആവും.